ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തന്തൂരി ചിക്കനാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിന് നമ്മളെ വീട്ടിൽ വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അത് നമ്മുടെ ഫ്രൈ പാനിൽ ശരിക്കും കനലിൽ ചുട്ടെടുക്കുന്ന അതേ ടേസ്റ്റിന് തന്നെ വളരെ എളുപ്പത്തിന് നല്ല ടേസ്റ്റിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള തന്തൂരി ചിക്കൻ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 5 പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ തൊലിയോട് കൂടിയാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാല നന്നായിട്ട് ചിക്കനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച് ചേർത്ത് കൊടുക്കരുത്, നന്നായിട്ട് പേസ്റ്റാക്കി തന്നെ ചേർത്ത് കൊടുക്കുക. ചതച്ച് ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കട്ട തൈരാണ്, അധികം പുളിയില്ലാത്തത്. പിന്നെ ഇതിലേക്ക് നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടി ചേർക്കുന്നില്ല, കാശ്മീരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് കസൂരി മേത്തിയാണ്, ഉലുവേല പൊടിച്ചത്. അപ്പോൾ ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. കസൂരി മെത്തി കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും ആ ചിക്കന് നമ്മൾ തന്തൂരിയുടെ അതേ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചിക്കന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചിക്കനിൽ മസാല എല്ലാം തേച്ച് പിടിപ്പിക്കുക. നമ്മൾ വരഞ്ഞ ഭാഗത്തൊക്കെ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും മസാല നന്നായിട്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ചിക്കൻ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ മസാല പുരട്ടി എടുത്തതിന് ശേഷം ഒരു റാപ്പ് വെച്ചിട്ടോ ഒരടപ്പ് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അടച്ചിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് കിച്ചണിൽ വെച്ചാലും മതി. നല്ലതുപോലെ മസാല പിടിച്ചതിന് ശേഷം നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാലും മതി. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ തീ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചൊന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ തീ മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓരോ 2 മിനിറ്റും ഇത് മറിച്ചും തിരിച്ചുവിട്ട് ചെറിയ തീയിൽ ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മറിച്ചിടുന്ന സമയത്ത് ഞാൻ ചിക്കൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് മറുവശത്തേക്ക് തിരിച്ചിടാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും മറിച്ചും തിരിച്ചുവിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്നൊരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് മാത്രം മതി. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കെടുക്കാം. എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ 2 ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജോലിയും കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ചാർക്കോൾ കത്തിച്ച് വെക്കണം. കനൽ നന്നായിട്ട് കത്തിച്ച് വെക്കുക. അപ്പോൾ ഇത് കത്തിച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് ഗ്രില്ല് ചെയ്യുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ കിട്ടും. ചാർക്കോൾ കത്തിച്ച് നന്നായിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതായാലും മതി. അത് സ്മോക്ക് വന്ന ഉടനെ തന്നെ നമുക്കതങ്ങ് അടച്ചു വെക്കണം. 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ലി ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് ഗ്രില്ല് ചെയ്യുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഗ്രില്ലി ചിക്കനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഇത് ഞാൻ 2 ദിവസം മുമ്പ് ഹമൂസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി കാണുക.
അപ്പോൾ ചിക്കനും ഇതുപോലെ തയ്യാറാക്കി ഗാർലിക് പേസ്റ്റ് ഹമൂസൊക്കെ റെഡിയാക്കി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്